Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ ഇവിടെ 1 കപ്പ് കടല കുതിർത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ നന്നായിട്ട് കുതിർന്ന് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് ഇത്. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 2.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അതായത് ഈ കടല ഫുള്ളും ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ട് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസില്. നമ്മൾ എടുക്കുന്ന കടലയുടെ വേവ് അനുസരിച്ചിരിക്കും. എനിക്കിവിടെ 6 വിസില് മതി. ചില കടല 6 മുതൽ 8 വിസിൽ വരെ എടുക്കും. ഓക്കെ, അപ്പോൾ ഒരു 6 വിസിലായി. പ്രഷറൊക്കെ പോയി. നമുക്കിത് തുറന്നു നോക്കാം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെന്തിട്ടില്ലെന്ന് തോന്നുവാണെങ്കിൽ ഒരു 2 വിസിൽ കൂടെ കുക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കടല എടുത്ത് ഒരു മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ മതി. അല്പം വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ദാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരപ്പ് ഫുൾ എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പൊ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, 1 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കാം. ഈ പട്ടയും ഏലക്കയും ഒക്കെ നിങ്ങൾ കടല വേവിക്കുമ്പോൾ തന്നെ പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. അതൊന്ന് ചൂടായി വരുമ്പോൾ 2 വറ്റൽമുളക്, കുറച്ച് കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ടേബിൾ സ്പൂൺ ആണ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നെങ്കിൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് കടലയിലോട്ട് ചേർക്കുക. ഞാനിപ്പോൾ ഈ പാൻ ചെറുതായതുകൊണ്ട് അങ്ങോട്ടാണ് ചേർക്കുന്നത്. ഇനി ഫ്ലെയിം കൂട്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഗ്രേവി പോരെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ച് വറ്റിച്ചെടുക്കുക. ഇപ്പൊ പുട്ടിനൊക്കെ ആണെങ്കിൽ നല്ല ഗ്രേവി വേണം. ഇനി ഇതിന്റെ ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പൊ ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നന്നായിട്ട് തിളച്ചു. അപ്പൊ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കുറുകിയിട്ടുണ്ട്. തണുക്കുമ്പോൾ ഇനിയും ഒന്ന് തിക്കാവും. അപ്പൊ ഇത്രയും മതി. ഇനി ഇതിലേക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം.
അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടലക്കറി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പുട്ടിന്റെയും അപ്പത്തിന്റെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.